യൂട്യൂബിലൊക്കെ വൈറലായ മസ്കാബണ്ണും ഇറാനി ചായ ഉണ്ടാക്കിയാലോ. നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ് വേണ്ടേ. നമുക്കിതിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ഒഴിക്കാം. കുറച്ച് മതി, ഒരുപാട് മധുരം വേണ്ട. നമുക്കൊരു നുള്ളു വാനില എസൻസ് ഒഴിക്കാം, ഒരു തുള്ളി. ഇത് കൂടെ ഒന്ന് ഇളക്കി നമുക്ക് ബണ്ണ് ശരിയാക്കാം. തേക്കാനുള്ള ബട്ടറും കണ്ടൻസ് മിൽക്കൂടും ചെയ്ത മിശ്രിതം റെഡിയായി. ബണ്ണൊക്കെ മുറിച്ച് വെക്കാം. എന്നിട്ട് അതിലോട്ട് ബട്ടർ വെച്ച് മൊത്തം അങ്ങ് മുറിക്കണ്ട, കുറച്ചിരിക്കട്ടെ. എന്നിട്ട് നമുക്കിത് ഇതിനകത്തോട്ട് നല്ല കട്ടിക്ക് തേക്കാം. സൈഡിലുമൊക്കെ കുറച്ചും കൂടെ അതുകൂടി ഇരിക്കട്ടെ. ബന്നൊക്കെ റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. ഇറാനി ചായ ഉണ്ടാക്കാം. 1.5 കപ്പ് വെള്ളം വെച്ച് മസാലയൊക്കെ ഇട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. ഒരു ദമ്മൊക്കെ ചെയ്താണ് ചെയ്യുന്നത്. നമുക്കത് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഗ്രാമ്പൂ, ചെറിയ 2 കഷ്ണം കറുവപ്പട്ട, ഒരു 3-4 ഏലക്ക, അതിട്ടത് നല്ലപോലെ തിളയ്ക്കാം. തേയിലയും കൂടി ഇടാം. നമുക്ക് 2 സ്പൂൺ തേയില ഇടാം. നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം. പാലും ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 കപ്പ് പാൽ വെച്ചിട്ടുണ്ട്. പാൽ തിളച്ചൊന്ന് വറ്റി വരണം. നല്ലപോലെ തിളച്ചതിൻ്റെ തേയിലയൊക്കെ ഇറങ്ങി നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇത് കപ്പിലോട്ട് അരിച്ചു വെക്കാം. ഈ തേയില ഇതിലോട്ട് ഒഴിക്കാം. കുറച്ച് തേയില ഒഴിക്കാം ആവശ്യത്തിന്. പകുതി മതി. തിളച്ച് പറ്റിയ പാൽ ആവശ്യത്തിന് മതി. നമുക്കിത് കുറച്ച് മതി. മധുരം ഇടും. എന്നാൽ നമ്മുടെ ഇറാനി ചായയും മസ്കാബണ്ണും റെഡിയായി. ഇനി നമുക്കിത് ചായ മുക്കി ഒന്ന് കഴിച്ച് നോക്കാം. ചായ മുക്കി കഴിക്കുന്ന ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ തന്നെ കഴിച്ച് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടറും ബന്നും ചായയും എല്ലാം കൂടെ നല്ല രുചിയുണ്ട്.